അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എല്ലാവർക്കും സുഖാണെന്ന് കരുതാണ്. സുഖത്തിനും സന്തോഷത്തിനും പടച്ച റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. അതിലുപരി ഓൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്തുകൾ, ഒരുപാട് സലാമുകൾ, ഒരുപാട് മൗലിദുകൾ, ഒരുപാട് അഷ്കിൻ്റെ വരികളൊക്കെ ചൊല്ലാനും പാടാനും ചെയ്യാനുമുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് ആ ഹബീബിനെ ഒരുപാട് സ്നേഹിക്കാൻ, ഒരുപാട് ഇഷ്ക് വെക്കാൻ, ഒരുപാട് മഹബത്ത് വെക്കാൻ, ആ ഹബീബിൽ അങ്ങോട്ട് അലിയാനുള്ള ഭാഗ്യത്തിന് വേണ്ടിയിട്ട് പടച്ച റബ്ബിനോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം, എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുണ്യ റബീഉൽ അവ്വൽ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ, സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇനി ആ ഒരു പുണ്യമാസം നമ്മിലേക്ക് പിറവിയെടുക്കാനുള്ളൂ അല്ലേ. അള്ളാഹു നമുക്കതൊക്കെ സ്വീകരിക്കാൻ, അതിലൊക്കെ ഹബീബിനെ ഒരുപാട് വാഴ്ത്താനും പുകഴ്ത്താനും പാടാനും പറയാനും കേൾക്കാനും പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്താണെങ്കിലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ മനാമിലൊന്ന് കാണുക, സ്വപ്നത്തിലൊന്ന് ദർശിക്കുക എന്നുള്ളത് നമ്മുടെ ഏവരുടെയും വലിയൊരാഗ്രഹമാണല്ലേ, ഏവരുടെയും വലിയ ഒരു ലക്ഷ്യമാണല്ലേ. ആ ഒരു ഉദ്ദേശം എന്താ പറയുക, ആ ഒരു ലക്ഷ്യമില്ലാത്തവർ ശരിക്കും ഇല്ലല്ലോ. ആ ഹബീബിനെ ഒന്ന് നേരിട്ട് കാണാൻ, ആ ഹബീബിനെ മനാമിൽ നിന്ന് കാണാൻ, ആ ഹബീബിനെ യഖ്ളത്തിലൊന്ന് ദർശിക്കാൻ നമുക്കൊക്കെ വലിയ ആഗ്രഹമുണ്ടല്ലേ. അതിന് പറ്റുന്ന ഒരു സ്വലാത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഇതിനാഗ്രഹമുള്ളവർ, ആഗ്രഹമില്ലാത്തവരുണ്ടാവില്ല, ആഗ്രഹമുള്ളവർ ഈ പറയുന്ന സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് ചൊല്ലുകയാണെങ്കിൽ, ഈ പറയുന്ന എണ്ണപ്രകാരം നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ശരിക്കൊന്നും ആലോചിച്ച് നോക്കി, ഈ ഒരു സമയത്ത് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാവില്ലേ. അതുപോലെ ഇന്നലത്തെ രാത്രിയിൽ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശിച്ച എത്ര ആളുകൾ ഉണ്ടാവില്ലേ. അതുപോലെ അടുത്ത സെക്കൻഡുകളിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ ദർശിക്കാൻ പോകുന്ന എത്ര ആളുകളുണ്ടല്ലേ. അതുപോലെ അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളിൽ അലിഞ്ഞു ചേർന്ന എത്രയോ ആശിക്യങ്ങളിലെ അവരൊക്കെ കാണുമ്പോൾ നമുക്കും അവരുടെ ഒരു അംശമെങ്കിലും ആകണം, അവരുടെ ഒരു അംശമെങ്കിലുമായി അള്ളാഹിൻ്റെ ഹബീബിനെ ഒന്ന് മനസ്സിലാക്കണം, അറിയണം, അലിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ. അതിനൊക്കെ പറ്റുന്ന ഒരു അത്ഭുത സ്വലാത്ത്. ഈ സ്വലാത്ത് 315 പ്രാവശ്യം നമ്മൾ ഇൻഷാ അല്ലാഹ് കഴിയുന്ന പോലെ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് റബീഉൽ അവ്വലിലെ ദിവസങ്ങളിലൊക്കെ നമ്മൾ പതിവാക്കുക, ചൊല്ലി നോക്കുക. ഇൻഷാ അല്ലാഹ് ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പാപികളായ നമ്മിലേക്ക് വരും. ആ ഹബീബിനെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു ഡൗട്ടും, യാതൊരു സംശയവും വേണ്ട. നമ്മൾ നല്ല ശുദ്ധിയോടുകൂടെ, നല്ല മനസ്സാന്നിധ്യത്തോടുകൂടെ, മനസ്സുറപ്പോടുകൂടെ, ഇഖ്ലാസോടുകൂടെ ഈ സ്വലാത്ത് 315 പ്രാവശ്യം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ് തരും. ഇൻഷാ അല്ലാഹ് ഏതാണെങ്കിലും കൂടുതൽ നീട്ടി പറഞ്ഞ് നിങ്ങളെ സമയം വേസ്റ്റ് ആക്കുന്നില്ല, ജസ്റ്റ് സ്വലാത്ത് പറഞ്ഞു തരാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഹബീബി ഷഫീഇ റഊഫിർ റഹീം الذي أخبر عن ربه الكريم إن لله في كل نفس 100,000 فرج قريب وعلى آله وصحبه وسلم تسليما. إذن الصلاة اللهم صل على سيدنا محمد الحبيب الشفيع الرؤوف الرحيم الذي أخبر عن ربه الكريم إن لله في كل نفس 100,000 فرج قريب وعلى آله وصحبه وسلم تسليما. وفقنا الله. ഇതാണ് സ്വലാത്ത്. അള്ളാഹു ഇത് പതിവാക്കാൻ, ഇതിലൂടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ ദർശിക്കാൻ, യഖ്ളത്തിലും മനാമിലും ഒരുപാട് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.